ടീ ബ്രേക്ക് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇനി നേരെ ഊട്ടി. എന്തായാലും സഫാരി ലാൻഡ് ആരും പെട്ടുപോകരുത്. ആവറേജ് ഫുഡാണ്, അത്യാവശ്യം പ്രൈസ് ഉണ്ട്. അപ്പോൾ അത്ര അർജൻറ്റുള്ളവർ മാത്രം കയറി കഴിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കും നല്ലത്. പ്രൈസൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് മസനഗുഡി ടൗൺ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം അതിന് മാത്രമൊന്നുമില്ല, ഏകദേശം 10-25 കിലോമീറ്റർ കാണാനുള്ള ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. അപ്പോൾ 25 അതിന് മേലെ ഉണ്ടോ എന്നുള്ളതും അറിയത്തില്ല. എന്തായാലും പോയേക്കാം. സംഭവം ഇതുവരെ അടിപൊളിയായിരുന്നു, വൈബായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും അടിപൊളിയായിരുന്നു ട്രിപ്പ്. നമുക്ക് ആ ഒരു വൈബ് കിട്ടി. ഈ ഫുഡ് കഴിച്ച വൈബ് അല്ലാതെ നമുക്കൊരു ട്രിപ്പിൻ്റെ വൈബ്, റൈഡിൻ്റെ മൂഡ് എന്തായാലും കിട്ടി. റൈറ്റ് സൈഡിലൊക്കെ ഹിൽസ് കാണാം കേട്ടോ, അടിപൊളി. ഇത് നേരയുടെ മുമ്പാക്കിയ. ഓക്കെ, ഇവിടെ ജീപ്പ് സവാരി ഉണ്ട്, ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇതുവഴി വന്നപ്പോൾ ഇവിടെ കയറിയിട്ടുമുണ്ട്, പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആരും വന്ന് പെടാണ്ടിരിക്കുക. അത്ര വലിയ, ഞാൻ അന്ന് പോയപ്പോൾ നമ്മൾ വെറും ഒരു വെറുതെ ഒന്ന് റൗണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്ന് കണ്ട് നമ്മൾ പറ്റിച്ചതാണ്. അപ്പോൾ ഇനി പറയാൻ പറ്റില്ല, പലരും പല പോലെ ആയിരിക്കും. അപ്പോൾ ചോദിച്ചറിഞ്ഞ് നന്നായി അന്വേഷിച്ചിട്ടൊക്കെ റൈഡ് ചൂസ് ചെയ്യാം. സംഭവം അടിപൊളി. ആ ഒരു ചെറിയൊരു ഫോറസ്റ്റ്, ഇതിനെന്താ പറയാന്നറിയില്ല, അത്ര ഹൈറ്റ് ഇല്ല കേട്ടോ ഇവിടുത്തെ കാടുകൾക്ക്. പൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, റൈറ്റ് സൈഡിൽ ആ ഹിൽസിൻ്റെ മുകളിലൊക്കെ നല്ല കോട കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറുമ്പോൾ ആ കോട നമുക്കും കിട്ടിയാൽ മതിയായിരുന്നു, എന്നാൽ ഒരു പൊളി മൂടായനെ, ഒരു വൈബ് കിട്ടിയാനെ. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, അവിടെയൊക്കെ നല്ല കോട ഉണ്ട് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണില്ല, നോക്കാം എന്തായാലും. പൊളി. ഓ എൻ്റെ മോനെ, ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ, രക്ഷയില്ല. ഓക്കെ, സെറ്റ്. ഒരു ചെറിയ ഓവർ സ്പീഡല്ലാണ്ട് ഒരു 40-50 സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് ഈ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് റൈഡ് ചെയ്യാനുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അടിപൊളി. ഓ രക്ഷയില്ല. എൻ്റെ മോനെ, നമ്മൾ വിചാരിച്ചങ്ങോട്ട് അടിപൊളിയായി. വണ്ടികൾ സൈഡാക്കി, ഇഷ്ടംപോലെ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് സൈഡാക്കരുത്. നിന്നാലും ഈ കർണാടക TN രജിസ്ട്രേഷൻ വണ്ടികൾ, KL രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ സൈഡാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നു. ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അധികം നേരം ആവാണ്ടിരുന്നാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. വൈബ് കാറ്റുണ്ട് കേട്ടോ, രക്ഷയില്ല. മൂഡ് ആ ഒരു ഉദ്ദേശിച്ചെടുത്തുണ്ടല്ലോ, കിട്ടി.
ഈ സമയത്ത് കേൾക്കാൻ പറ്റിയ പാട്ട് ഏതാണെന്നറിയോ? ഏതായിരിക്കും? നമ്മൾ ജോബ് കുര്യൻ്റെ പ്ലേലിസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് പൊളി മൂഡ്. ഈ സമയത്ത് പറ്റിയ പാട്ട് മൂപ്പര് തന്നെ. മൂപ്പര് ഭയങ്കര ഫാനാട്ടോ. എനിക്ക് മൂപ്പര് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജോബ് കുര്യൻ്റെ നമ്മള് ഏതൊരു മൂഡ്, നമുക്ക് അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സോങ്സ് ആണ് മൂപ്പരത്. ഒരു രക്ഷയില്ല. അപ്പൊ ആ പാട്ടിങ്ങനെ ചുവട്ടിലിങ്ങനെ പാടുന്നുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി. ഇവിടെ നിർത്താൻ പറ്റില്ലുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. നമുക്കൊരു സെൽഫി എടുക്കാം. നമ്മൾ സ്പോട്ടിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കണ്ട് ക്ലിപ്സ് കിട്ടി. രണ്ട് നല്ല ഫോട്ടോസ് കിട്ടി. അപ്പോൾ സമയം പൊളി മൂട്. എന്തായാലും ഓക്കെ കേട്ടോ. അടിപൊളി. പശു എന്താ മാച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറെ റേഡിയോസൊക്കെ ഉണ്ട് അവിടെ. വേൽവണ്ടിയാണോ ടീർ വണ്ടിയാണോ എന്നറിയില്ല. ഈ കാഴ്ച കണ്ടങ്ങളെ ഒരു രക്ഷയില്ല. ആകാശത്തേക്ക് നോക്കിയാണ്ടല്ലോ കാർമേഘമല്ല, മേഘങ്ങൾ വേറെ മൂടായിട്ട് നിൽക്കുക. ഓഹോ, ഈ വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല. പൊളി. നമുക്ക് വീഡിയോസ് എടുക്കാണ്ടിരിക്കാനും വേഗം, അത്രയ്ക്കും നല്ല കാഴ്ചകളാണ്. നമ്മൾ വിചാരിക്കും വീഡിയോ എടുക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക, വീഡിയോ ലെങ്ത് കൂടും, ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാവും, ഇത്ര ലെങ്ത്തുള്ള വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ വ്യൂ, ഇവിടുന്ന് വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല. അങ്ങോട്ട് ഈ റൂട്ടിൽ ബൈക്കായിട്ട് തന്നെ വരണം കേട്ടോ, സത്യമായിട്ടും. നമ്മൾ കാറിലൊന്നും വന്നു കഴിഞ്ഞാൽ ഈ വൈബ് കിട്ടില്ല. വന്യമൃഗങ്ങളൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല വരെ. വല്ല മാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലാതെ ആനയും പുലിയും കടിയൊന്നും വേണ്ട നമുക്ക്. അത്ര ടെററായിട്ടുള്ള വന്യമൃഗങ്ങളെ കാണുന്ന ഒരു നിർബന്ധമില്ല. പക്ഷെ മാനും കൂട്ടം അല്ലെങ്കിൽ മാവ് കാര്യങ്ങളൊക്കെ കണ്ടവരൊക്കെ ആയിരിക്കും. ഇവിടുന്ന് 24 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഊട്ടിക്ക്. ഇവിടെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ മാക്സിമം പോയാൽ നല്ല. ഇനിയിപ്പോൾ ഒരു ഹെയർ പിൻ ഒക്കെ കയറിയിട്ട് നേരെ ചെല്ലാണ്ട്. അപ്പോൾ ആ ഒരു റൂട്ട് കുറച്ച് സ്ലോ ആയിട്ട് പോകാതിരിക്കാം. നമ്മൾ വിചാരിച്ചൊരു സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ മാക്സിമം പോയാൽ. അതിപ്പോൾ 10 മണി,
ഒരു 11 മണി നമ്മൾ ഊട്ടിയെത്തും. ചെറിയോ വൈബ്. യു ആർ ഇൻ പ്രൊട്ടക്ട് ഫോറസ്റ്റ് ഏരിയ. വേറെ റേഞ്ച്. വീഡിയോ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, കാരണം അത്ര അടിപൊളി വ്യൂ, രക്ഷയില്ല. ഇതേ റൈറ്റ് സൈഡിൽ മാൻകൂട്ടടി നോക്ക്. പടച്ചോൻ ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. രക്ഷയില്ല. ഇവിടെ ഉണ്ട്. വണ്ടി അധികം നേരം നിർത്താൻ പറ്റില്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സംഖ്യ ഉണ്ട് കേട്ടോ. മൂട് വേറെ പൊളി മൂട്. വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടാൻ മതിയായിരുന്നു. മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ റോട്ടിൽ. അത് മുന്നിലേക്ക് ചാടുന്നത് നോക്കണം. ഈ ട്രിപ്പിന് ഒരു എനർജി തരുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ മൂടാണ്, മുന്നിലേക്ക് പോകാനുള്ളൊരു എനർജി കേട്ടോ. രക്ഷയില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, മിക്ക റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വ്യൂ. ഇത് അടിപൊളിയാ, രക്ഷയില്ല അങ്ങനെ കാണാൻ. നല്ല രസമുണ്ട്, നല്ല മൂഡ്. വെൽക്കം ടു ക്യൂ ഓഫ് ഹിൽസ്. മിക്ക റീൽസിലും കാണുന്നൊരു ഇതാട്ടത്. നമ്മളിനി ഹെയർപിൻ പിൻഡ് കയറാൻ പോവുകയാണ്. ഇവിടുന്ന് ഹിൽസ് സ്റ്റാർട്ട് ആവും കേട്ടോ, കയറ്റം. നമ്മൾ ഹെയർപിൻ ബെൻഡൊക്കെ ഇങ്ങനെ തുടങ്ങി, 2 ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞു. ചെറിയ റോഡായതുകൊണ്ട്, നേരോ റോഡായതുകൊണ്ട് ഹെയർപിൻ ബെൻഡുകൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഇറങ്ങി വരികയായിരിക്കും. അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ള കാര്യം സംശയമാണ്. ഈ വണ്ടി ഉണ്ടോ, കേറിയിൽ റിവേഴ്സ് ഇറക്കി. ബഡ്കൂസ് ഏതിനാ വണ്ടി എടുക്കണേ? ഓനെടുത്തത് റോങ്ങാണ്, അതാണ് ആ വണ്ടി കയറാഞ്ഞ്. പൊളി, നല്ല വൈബുണ്ട്. അങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഹൈ റേഞ്ച് കയറുമ്പോൾ ഉണ്ടാകുന്നൊരു കുളിരുണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. കണ്ടോ, നമ്മൾ ആ ഹില്ലിലേക്ക് എത്തുമ്പോൾ ആ കോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. കോട കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഒരു രക്ഷയുണ്ടാവില്ല. അതും കൂടി നമുക്ക് കിട്ടാനുള്ളൂ. കോടയാണ് നമുക്ക് വേണ്ടത്. കോടയും കൂടിയും കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഒരു 100% ആവും. നോക്കാം കോട കിട്ടുമോ ഇല്ലേന്ന്. ആ ബസ് അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഒരു കരിഞ്ഞ വാസന. ഹെയർപിൻ ബെൻഡ് ഇങ്ങനെ കയറി വരികയായിട്ട് നമ്മൾ തണുപ്പുണ്ട്. തണുപ്പ് കുറച്ച് കൂടി. നമ്മൾ ഏകദേശം കുറച്ചും കൂടി കഴിഞ്ഞ് തണുപ്പുണ്ട്. തണുപ്പ് കയറി വരുന്നുണ്ട്. ചുവട് കടയാൻ തുടങ്ങി. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷേ ഇവിടെ വണ്ടികൾ നിർത്താൻ പറ്റില്ല. വണ്ടികൾ നിർത്താൻ പറ്റിയെന്നെങ്കിൽ പൊളിയായിരുന്നു. രക്ഷയില്ല, വണ്ടി നിർത്താൻ പറ്റില്ല. ഒരു സീനുണ്ട്.
ഓ, ആകാശത്തിന്റെ അടുത്തെത്തിയ പോലെ ഉണ്ടല്ലേ. നമുക്ക് ആ ഒരു മേഘങ്ങൾ ഇങ്ങനെ താഴെയുള്ള പോലെ ഉണ്ട്. കോടയാണല്ലേ? യെസ്, കോടയാണ് ബ്രോ. ചേ, കോടയാണ് ഗൈസ്. താന്നിരിക്കണം. എൻ്റെ മോൻ അവിടേക്ക് ഉണ്ട്. ഓ, പൊളി. അതൊക്കെ വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെ എസ്റ്റേറ്റിലുള്ള വീടുകളൊക്കെ ആയിരിക്കാം. തണുക്കുന്നുണ്ട്. ഓഹോ മോനെ, തണുപ്പ് കയറുന്നുണ്ട്. യെസ്, നമ്മൾ ഹെയർ പിൻ ബെൻഡൊക്കെ ഇങ്ങ് കഴിഞ്ഞു കേട്ടോ. ചെക്ക് പോസ്റ്റ് എത്തി. ബൊട്ടാനിക്കൽ ഗാർഡൻ, പ്യാക്കര ബോട്ട് ഹൗസ്, കാളഹട്ടി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മളാ ഒരു തൊപ്പക്കാട്, യെസ് തൊപ്പക്കാട്, ആ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഇങ്ങ് കഴിഞ്ഞു. ഹെയർ പിൻ ബെൻഡൊക്കെ കഴിഞ്ഞ് ഇങ്ങ് കയറി വന്നു. ഓഹ്, ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. എങ്ങനെയാണ് ഒരു ഫോട്ടോസ് എടുക്കാൻ പറ്റുക? ആ ഒരു മൂഡും ഈ ഒരു മൂഡും വേറെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചെവിയൊക്കെ അടഞ്ഞു, തൊണ്ടൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങി. ആരോ ഫോണിലേക്ക് അടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഫോൺ എടുക്കാൻ കഴിയില്ല, ഡ്രൈവിങ്ങിലായതുകൊണ്ട്. ഓക്കെ, നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്, രക്ഷയില്ല. ഈ ഗൂഡല്ലൂർ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞാൻ ഒരു രക്ഷയില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട്. സംഭവം അടിപൊളിയാട്ടോ, ഒന്നും വിചാരിക്കരുത്. നമ്മൾ ഈ ആവർത്തന സ്വഭാവം കാട്ടുന്ന സംസാരത്തിലേ ഒരു വൈബുണ്ട് കണ്ടോ. ഓഹ് മോനെ, കോട കിട്ടി മക്കളെ. ആ ഹെയർ പിന്ന് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് കോട ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണുന്നു. ഓഹ്, ഒരു രക്ഷയില്ല, പൊളി. ആ ഊട്ടി മൂട് കിട്ടിയിട്ടോ. മോനെ, രക്ഷയില്ല, നല്ല മൂട്. കോടത മുന്നിൽ ഇങ്ങനെ പരന്ന് കിടക്കുക. ഓക്കെ, രക്ഷയില്ല, നല്ല കോടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കോടങ്ങനെ ഇറങ്ങി തണുപ്പുമുണ്ട്, തണുപ്പ്, നല്ല തണുപ്പ് ഇങ്ങനെ കീറുന്നുണ്ട് കയ്യുമ്മ കൂടി. വണ്ടി എന്തൊരു വലിയ മുട്ടിയ പോലൊക്കെ ഒരു ഫീല്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാവാം.
ഓനെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒരു രക്ഷയില്ല, പറഞ്ഞ രക്ഷയില്ല. വിചാരിച്ചാലും കാട്ടടിപൊളി. തണുക്കണു മോനെ, തണുക്കണു. കോടങ്ങനെ നിറഞ്ഞ സമയം ഇപ്പൊ 10:30 മണി, രാവിലെ 10:30 ആ ഒരു 10:30 മണീൻ്റെ മൂടാണ് ഇപ്പൊ ഇത്. കോട കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റണില്ല. മോനെ, അതായത് കുറച്ച് ഏരിയ ഒന്നും നമുക്കങ്ങനെ ക്ലിയർ ആവുന്നില്ല. അപ്പുറത്തൊക്കെ അവിടെ കാണാൻ ആകെ കോട പിടിച്ച് കിടക്കുക. ഒരു രക്ഷയില്ല കേട്ടോ കോട. എൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കണ്ടറിയാം ഞങ്ങൾക്ക്. പുക പോലെ മൂട്. 10:30 മണി, വേറെ റേഞ്ച്. 10:30 മണിക്കുള്ള നേരാട്ടത്. ആ സമയത്തുള്ള കോടയാണ് ഇത് കാണുന്നത്. കോട നല്ല തണുപ്പുണ്ട്. കാലൊക്കെ നല്ല തണുപ്പടിച്ച് കയറുന്നു. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന മറ്റേ റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് നമ്മൾ ടച്ച് ആയിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് മെയിൻ റോഡായി. ഇപ്പോൾ ഇത് മെയിൻ റോഡാണ്. അതായത് ഗൂഡല്ലൂരിൽ നിന്ന് റൈറ്റ് എടുത്ത് വരുന്ന റോഡ് ആണ് ഈ റോഡ്. അപ്പോൾ ആ റോഡിലേക്ക് ടച്ച് ആയി. ചെറിയ ചാറ്റൽ മഴ സ്പ്രേ പോലുണ്ട്. ഈ തണുപ്പിൻ്റെയാണ്. ഇവിടെ എത്തിയപ്പോൾ വണ്ടികളൊക്കെ റഷായി തുടങ്ങിയിട്ടാ. റോഡൊക്കെ എൻഗേജ് ആയി തുടങ്ങി. നമ്മുടെ ആ റോട്ടിൽ നിന്ന് ഈ മെയിൻ റോഡിലോട്ട് കയറിയപ്പോൾ അത്യാവശ്യം വെഹിക്കിളായി. മഴയും ചെറുതായിട്ട് പാറ്റുണ്ട്. പാറ്റിൽ പറഞ്ഞ സ്പ്രേ പോലെ ഇങ്ങനെ പൊടിക്കുന്നുണ്ട്. എന്തായാലും ഇനി റൂട്ടിൽ ചെന്നിട്ട് റൂം തപ്പണം. അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. റൈഡൊക്കെ ഉഷാറാണ്. അപ്പോൾ നമുക്കിനി റൂം എടുക്കലാണ് വലിയ ടാസ്ക്. നമ്മളിന്നിവിടെ സ്റ്റേ ആണ് ഊട്ടിയിൽ. കാരണം ഊട്ടിയിൽ വന്നാൽ ലെഫ്റ്റ് സൈഡിൽ കുതിരകളുടെ കൂട്ടട്ടോ ആന്നേ ഇഷ്ടം പോലെ. അതിങ്ങനെ വളർത്തേണ്ടതാവാം. അല്ലാതെ ഇപ്പം ഇത്ര തോനെ കുതിരകൾ റോഡ് സൈഡിലുണ്ടാവില്ലല്ലോ. ഊട്ടി നല്ല ക്ലൈമറ്റാ. മഴയില്ല, വെയിലില്ല, ചെറിയ ചാറ്റൽ മഴയും നല്ല തണുപ്പും. ഓക്കെ, ഇവിടെ ഒരുപാട് ഞാൻ വന്നപ്പോഴുള്ള പോലെയല്ല. നേച്ചർ റിട്രീറ്റ് റൂംസ്, ഹോട്ടൽ വൈറ്റ്. വളരെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ലെഫ്റ്റ് സൈഡ് വ്യൂ അടിപൊളിയാട്ടോ. നല്ല ചായയും നല്ല പൊരിക്കടികളൊക്കെ, വട, ഉഴുന്നുവട, പരിപ്പുവട, ഇങ്ങനെ ചില്ലും കൂട്ടിലിങ്ങനെ കണ്ട് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ചായ അടിക്കണം. ഓവർ മഴ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറയിൽ വെള്ളം കയറും. ക്യാമറയുടെ സൈഡിൽ കൂടി അത് നമുക്ക് നന്നായിട്ട് ക്ഷീണം ചെയ്യും. കാരണം നമ്മൾ വയേർഡ് മൈക്കാണ് കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്.
കണ്ടോ, ഞാൻ കണ്ടു. നൊങ്കൊക്കെ വെക്കുന്നുണ്ട്. ബാക്കിലിരുന്ന് വൈഫ് പറയാ നൊങ്കുണ്ട്. അപ്പോൾ നമ്മളിതാ നേരെ ഊട്ടി ടൗൺ എത്തിട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് റൂം സെർച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വിളിച്ചു നോക്കി നമുക്കൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് പറ്റിയ റൂമാണെങ്കിൽ എടുക്കണം. ഈ റൂം എടുത്ത് ലഗേജൊക്കെ അവിടെ ഒന്ന് ഇത് ചെയ്ത് ഒന്ന് സെറ്റായിട്ട് പിന്നെ നമുക്ക് ഊട്ടി കാണാൻ ഇറങ്ങാമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. ഈ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഊട്ടി മൊത്തം തെണ്ടി കറങ്ങിയ റൂം കിട്ടിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ ഓക്കെയാണ്, പക്ഷെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം കേട്ടോ. ബാത്റൂം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടി വി ഉണ്ട്. ഇവിടുന്ന് കാണാൻ എന്താ വെച്ചാൽ നല്ല വ്യൂ ഉണ്ട്. ഇവിടുന്ന് ഊട്ടി മൊത്തം ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ആകുള്ളൊരു മെച്ചം. പിന്നെ കുഴപ്പമില്ലാത്തൊരു ബെഡ് അതന്നെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് റൂമത്തെ കാഴ്ച. നമ്മൾ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ റൂമിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഇവിടുത്തെ സ്റ്റേ, പിന്നെ ഇനിയിപ്പോൾ ഒന്ന് കറങ്ങണം മൊത്തത്തിൽ. അപ്പോൾ നമുക്കൊരു അടുത്ത വ്ളോഗായിട്ട് ചെയ്യാം. അപ്പോൾ ഈ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നല്ല തണുപ്പുണ്ട്, അപ്പോൾ സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, തൊണ്ടൊക്കെ ഒരു ഡ്രൈ ആയ പോലെ. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വേറെ എന്താ, അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ ലൈക്ക് ആൻഡ് കമൻറ്റ്സാണ് നമുക്കൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഊട്ടി കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇനിയും വരും. മറ്റൊരു വ്ളോഗിൽ കാണുന്നവരെ